ഹായ് ഡിയേഴ്സ്, ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ MCCയുടെ സ്റ്റേ വേക്കൻസി റൗണ്ടിനെ കുറിച്ചാണ് നമ്മൾ ഡീറ്റെയിൽസ് ആയിട്ട് പറയുന്നത്. നമ്മുടെ കേരളയുടെ സ്റ്റേ വേക്കൻസി റൗണ്ടിനെ കുറിച്ച് നമ്മൾ ഡീറ്റെയിൽസ് ആയിട്ട് പറഞ്ഞതാണ്. അതിൽ നിന്നും വളരെ വ്യത്യസ്തമാണ് MCCയുടെ സ്റ്റേ വേക്കൻസി റൗണ്ട്. അതായത് നമ്മൾ ഇതുവരെ ഒരു റൗണ്ടിലും പങ്കെടുത്തിട്ടില്ലെങ്കിൽ, അതായത് 3 റൗണ്ടുകളാണ് MCCയിൽ ഇപ്പോൾ പൂർത്തീകരിച്ചത്. റൗണ്ട് 1, റൗണ്ട് 2 ആൻഡ് മോപ്പപ്പ് റൗണ്ട്. ഈ 3 റൗണ്ടുകളിൽ നമ്മൾ ഇതുവരെ പങ്കെടുത്തിട്ടില്ലെങ്കിലും നമുക്ക് ഫ്രഷ് ആയിട്ട് രജിസ്റ്റർ ചെയ്ത് സ്റ്റേ വേക്കൻസി റൗണ്ടിൽ പങ്കെടുക്കാം എന്നുള്ളതാണ് ഈ ഒരു റൗണ്ടിന്റെ പ്രത്യേകത. അപ്പോൾ എൻ്റെ പ്രിയ വിദ്യാർത്ഥികൾക്ക് ഈ റൗണ്ടിൽ നമുക്കൊരു അഡ്മിഷൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു റൗണ്ടിൽ നമുക്ക് പങ്കെടുക്കാവുന്നതാണ്. ഇപ്പൊ ദൂര സ്ഥലങ്ങളിലേക്ക് നമ്മൾ യാത്ര ചെയ്യേണ്ടി വരും. അതാണ് ഇതിന്റെ ഒരു റിസ്ക് ഫാക്ടർ. അപ്പൊ നമ്മൾ ആ റിസ്ക് ഏറ്റെടുക്കാൻ തയ്യാറാണെങ്കിൽ നമുക്ക് ധൈര്യപൂർവ്വം ഈ റൗണ്ടിൽ പങ്കെടുക്കാവുന്നതാണ്. നമുക്കൊരു സീറ്റ് കിട്ടുമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, നമ്മൾ എന്ത് റിസ്ക്കും എടുക്കാൻ തയ്യാറാണെങ്കിൽ നമുക്ക് ഈ ഒരു റൗണ്ടിൽ പങ്കെടുക്കാവുന്നതാണ്. അപ്പൊ ഈ റൗണ്ടിനെ കുറിച്ചുള്ള ഒരു വിശദീകരണമാണ് ഞാൻ നൽകുന്നത്. അപ്പൊ ഇവിടെ സ്റ്റേ വേക്കൻസി റൗണ്ട് ഫോർ UG കൗൺസിലിംഗ് ഫോർ MBBS ആൻഡ് BDS സീറ്റിന് വേണ്ടിയിട്ടാണ് സ്റ്റേ വേക്കൻസി റൗണ്ട് വന്നിരിക്കുന്നത്. MBBS ആൻഡ് BDS സീറ്റിനാണ്. അപ്പോൾ ഇവിടെ ഫ്രഷ് രജിസ്ട്രേഷൻ ആൻഡ് പേയ്മെന്റ് ആണ്. അപ്പോൾ ഈ രജിസ്ട്രേഷൻ ആർക്കൊക്കെ ചെയ്യാം എന്നുള്ള കാര്യങ്ങൾ നമ്മുടെ ഡീറ്റെയിൽസ് ആയിട്ട് നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. ആർക്കൊക്കെയാണ് രജിസ്ട്രേഷൻ ചെയ്യേണ്ടത്, ആർക്കൊക്കെയാണ് രജിസ്ട്രേഷൻ ചെയ്യാതിരിക്കേണ്ടത് എന്നുള്ള കുറിച്ചുള്ള ഡീറ്റെയിൽസ് നമ്മൾ പറയും. അപ്പോൾ വീഡിയോ നിങ്ങൾ മുഴുവനായി കാണുക. 4th ജനുവരി ടു 6th ജനുവരി ആണ് രജിസ്ട്രേഷൻ ചെയ്യാനുള്ള, ഫ്രഷ് രജിസ്ട്രേഷൻ ചെയ്യാനുള്ള സമയം 12 മണി വരെയാണ്. മോപ്പപ്പ് റൗണ്ടിന് ശേഷം ഉണ്ടായിട്ടുള്ള വേക്കൻസികൾ MCCയുടെ വെബ്സൈറ്റിൽ പബ്ലിഷ് ആയിട്ടുണ്ട്. ആ വേക്കൻസികളൊക്കെ തന്നെ മോപ്പപ്പ് റൗണ്ടിന് ശേഷമുള്ള കൺവേർട്ടഡ് 6-ാം തീയതിയോട് കൂടിയിട്ട് അതത് കോളേജുകളിലേക്ക് അത് കൺവേർട്ട് ചെയ്യും. ഏതൊക്കെ യൂണിവേഴ്സിറ്റികളാണ്, എയിംസ്, ജിപ്മർ, സെൻട്രൽ യൂണിവേഴ്സിറ്റീസ്, ഏതൊക്കെ ഒഴിവുകളാണ് അതത് കോളേജുകളിലേക്കാണത് അലോട്ട് ആവുക. അത് 6th ജനുവരിയിൽ കംപ്ലീറ്റ് ആവുക പ്രോസസ്. മൂന്നാമത്തെ കാര്യം, എത്ര വേക്കൻസി ആണോ ഉള്ളത് അതിന്റെ 10 ടൈംസ് ആയിട്ടുള്ള എലിജിബിൾ ലിസ്റ്റ് ആണ് MCC പബ്ലിഷ് ചെയ്യുക. അപ്പൊ നമ്മൾ MCCയിൽ രജിസ്റ്റർ ചെയ്താൽ മാത്രം മതി. അതിനുശേഷം MCC തന്നെ 10 വേക്കൻസി ആണെങ്കിൽ 100 കുട്ടികൾക്കുള്ള എലിജിബിൾ ലിസ്റ്റ് പബ്ലിഷ് ചെയ്യും. ആ പബ്ലിഷ് ചെയ്യുന്ന ലിസ്റ്റിനെ ബേസ് ചെയ്തിട്ടാണ് അലോട്ട്മെന്റ് ലഭിക്കുന്നത്. അത് 7-ാം തീയതിയാണ് കിട്ടുന്നത്. ജനുവരി 7-ാം തീയതിയാണ്. 7-ാം തീയതിയായിരിക്കും ഇത് പബ്ലിഷ് ചെയ്യുന്നത്. ഇനി ഫിസിക്കൽ റിപ്പോർട്ടിംഗ് അറ്റ് ദി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫോർ സ്റ്റേ വേക്കൻസി റൗണ്ടിൽ നമ്മൾ ഫിസിക്കലായിട്ട് റിപ്പോർട്ട് ചെയ്യുന്നത് 7-ാം തീയതി മുതൽ 15-ാം തീയതി വരെയാണ്. അതത് കോളേജുകളിൽ ആയിരിക്കും നമ്മൾ റിപ്പോർട്ട് ചെയ്യേണ്ടത്. 7-ാം തീയതി മുതൽ 15-ാം തീയതി വരെയുള്ള ഡേറ്റിലാണ് സ്റ്റേ വേക്കൻസി റൗണ്ട് പൂർത്തീകരിക്കുന്നത്. അതുപോലെ തന്നെ സീറ്റ് മെട്രിക്സ് ഫോർ സ്റ്റേ വേക്കൻസി റൗണ്ടും ഇവിടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഏതൊക്കെ കോളേജുകളിലാണ് ഈ റൗണ്ടിൽ വേക്കന്റ് ആയിട്ടുള്ള ലിസ്റ്റുകളും ഇവിടെ ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ട്. അപ്പൊ വിദ്യാർത്ഥികൾക്ക് അതും ചെക്ക് ചെയ്യാവുന്നതാണ്. അപ്പൊ ഇവിടെ ലിസ്റ്റുകൾ കൊടുത്തിട്ടുണ്ട്, വിദ്യാർത്ഥികൾക്ക് ഇത് ചെക്ക് ചെയ്യാവുന്നതാണ്. എയിംസിലുണ്ട് സീറ്റ് മെട്രിക് ഫോർ സ്റ്റേ വേക്കൻസി റൗണ്ട് MBBS BDSല് ഓപ്പൺ സീറ്റ് എയിംസിന്റെ വിവിധ കോളേജുകളിലുണ്ട്. ആന്ധ്രാപ്രദേശ്, ആസാം, ഗുജറാത്ത്. കാറ്റഗറി വൈസ് ആയിട്ടും ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇതും നിങ്ങൾക്ക് നോക്കാവുന്നതാണ്. കാറ്റഗറി വൈസിൽ ഏതൊക്കെ സീറ്റുകളാണ് ഒഴിവുകളുള്ളത്. അപ്പൊ ഇതെല്ലാം തന്നെ MCCയുടെ വെബ്സൈറ്റിൽ കുട്ടികളെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ അത് മനസ്സിലാക്കുക. നമ്മൾക്കൊരു റിസ്ക് എടുക്കാൻ തയ്യാറാണെങ്കിൽ, നമുക്കൊരു MBBS or BDS അഡ്മിഷൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു റൗണ്ടിൽ പങ്കെടുക്കാവുന്നതാണ്. ഇനി നമുക്ക് ഇതിന്റെ റൗണ്ടിന്റെ വിശദീകരണത്തിലേക്ക് ഒന്ന് കടക്കാം. എന്തൊക്കെയാണ് ഈ റൗണ്ടിന്റെ പ്രത്യേകതകൾ എന്ന് നോക്കാം. ഫസ്റ്റ് നമ്മൾ പറഞ്ഞ പോലെ രജിസ്ട്രേഷൻ വിത്ത് MCC ആണ്. ആരൊക്കെയാണ് ഇനി MCCയിൽ രജിസ്റ്റർ ചെയ്യേണ്ടത് നമ്മൾ പറയുന്നതായിരിക്കും. ഫസ്റ്റ് ചെയ്യേണ്ടത്, നിങ്ങൾക്ക് രജിസ്റ്റർ നിർബന്ധമായിട്ടും ഉണ്ടായിരിക്കണം MCCയിൽ. അതിന്റെ ലിങ്കും അവൈലബിൾ ആണ് ഇപ്പോൾ. അത് 6-ാം തീയതി വരെയാണ് ഉള്ളത്. 12 മണി വരെയായിരിക്കും രജിസ്റ്റർ ചെയ്യാനുള്ള സമയം. നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. MCC പബ്ലിഷ് 10 ടൈപ്സ് എലിജിബിൾ ലിസ്റ്റ് ആണ്. എത്രയാണോ വേക്കൻസി അതിന്റെ 10 ഇരട്ടി ലിസ്റ്റും നമ്മുടെ MCC തയ്യാറാക്കി തരും. ഈ 2 കാര്യങ്ങളും ചെയ്തു കഴിഞ്ഞാൽ MCCയുടെ റോൾ അവിടെ ഫിനിഷ് ചെയ്ത് കഴിഞ്ഞു. പിന്നെ ഒരു MCC അല്ല ഈ ഒരു അഡ്മിഷൻ നടത്തുന്നത്. അതത് കോളേജുകളുടെ വെബ്സൈറ്റുകളിലാണ് അഡ്മിഷൻ നടക്കുന്നത്. ഇപ്പോൾ എയിംസ് ആണെങ്കിൽ എയിംസിന്റെ വെബ്സൈറ്റിൽ, അതുപോലെ ജിപ്മർ ആണെങ്കിൽ ജിപ്മറിന്റെ വെബ്സൈറ്റിൽ,
അതുപോലെ തന്നെ ബനാറസ് ആണെങ്കിൽ ബനാറസിന്റെ വെബ്സൈറ്റിൽ, ഡീംഡ് യൂണിവേഴ്സിറ്റി കോളേജുകൾസ് ആണെങ്കിൽ അതിന്റെ കീഴിൽ, സെൻട്രൽ യൂണിവേഴ്സിറ്റി ആണെങ്കിൽ അതിന്റെ വെബ്സൈറ്റുകളിലാണ് ഇതിന്റെ അഡ്മിഷൻ പ്രോസസ് നടക്കുന്നത്. അപ്പോൾ 2 കാര്യങ്ങളാണ് നമുക്ക് MCC ചെയ്യാനുള്ളത്. രജിസ്ട്രേഷനും അതുപോലെ തന്നെ അതിന്റെ എലിജിബിൾ ലിസ്റ്റും MCC തയ്യാറാക്കും. പിന്നെ നമ്മൾ അതിന്റെ നോട്ടിഫിക്കേഷൻ നമ്മൾ കൊടുക്കേണ്ടത് ഓരോ ഇൻഡിവിജ്വൽ കോളേജസുകളിലാണ് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത്. അവിടെ നമ്മൾ അപ്ലൈ ചെയ്യണം, രജിസ്റ്റർ ചെയ്യണം. ഇനി നമ്മൾ അവിടെ ഇൻഡിവിജ്വൽ കോളേജുകളിൽ അവരുടെ പ്രൊസീജിയർ അനുസരിച്ചിട്ട് അവരുടെ വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞാൽ അവരുടെ ഡീറ്റെയിൽസ് ഉണ്ടാവും. അവിടെ നമ്മൾ പോയിട്ട് അതിന്റെ ഡീറ്റെയിൽ പ്രൊസീജിയേഴ്സ് ചെയ്യേണ്ടതാണ്. ഇവിടെ അതത് കോളേജുകളിൽ രജിസ്റ്റർ ചെയ്യാൻ രജിസ്ട്രേഷൻ ഫീസ് ഇല്ല. നമ്മുടെ MCCയിൽ മാത്രമേ ഫ്രഷ് രജിസ്ട്രേഷൻ ചെയ്യുകയാണെങ്കിൽ അതിന് രജിസ്ട്രേഷൻ ഫീസ് ഈടാക്കുന്നുള്ളൂ. ലാസ്റ്റ് ഘട്ടം നിങ്ങൾക്ക് അഡ്മിഷൻ പ്രോസസ് കംപ്ലീറ്റ് ചെയ്യും. കംപ്ലീറ്റ് അഡ്മിഷൻ വിത്ത് നിങ്ങളുടെ എല്ലാ ഒറിജിനൽ ഡോക്യുമെന്റ്സും ഉണ്ടായിരിക്കണം, TC അടക്കം ഉണ്ടായിരിക്കണം. ഇതാണ് ഒരു സ്ട്രേ റൗണ്ടിന്റെ അഡ്മിഷൻ പ്രോസസ് രീതി. ഇതാണ്. ഇനി ഹു ആർ നോട്ട് എലിജിബിൾ ഫോർ സ്ട്രേ റൗണ്ട്, ആരാണ് സ്ട്രേ റൗണ്ടിലേക്ക് എലിജിബിൾ ആവാത്ത കുട്ടികൾ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതായത് നമ്മൾ ഓൾറെഡി സീറ്റ് അലോട്ടഡ് ആണെങ്കിൽ, അതായത് റൗണ്ട് 1ൽ നമുക്ക് സീറ്റ് കിട്ടി, നമ്മൾ അഡ്മിഷൻ എടുത്തു. റൗണ്ട് 2ൽ നമുക്ക് സീറ്റ് കിട്ടി, നമ്മൾ അഡ്മിഷൻ എടുത്തു. അല്ലെങ്കിൽ മോപ്പപ്പ് റൗണ്ടിൽ സീറ്റ് അലോട്ടഡ് ആയി നമ്മൾ അഡ്മിഷൻ എടുത്തു. അഡ്മിഷൻ എടുത്തിട്ടുള്ള കുട്ടികൾക്ക് സ്ട്രേ റൗണ്ടിൽ പങ്കെടുക്കാൻ സാധിക്കില്ല. ഓക്കെ. അതുപോലെ തന്നെ നമ്മൾ രജിസ്റ്റർ ചെയ്യാത്ത വിദ്യാർത്ഥികൾക്കും, നോട്ട് രജിസ്റ്റേർഡ് കാൻഡിഡേറ്റ്സ് ആണ്. അപ്പോൾ ആർക്കാണ് രജിസ്റ്റർ ചെയ്യേണ്ടത് നമ്മൾ പ്രത്യേകം പറയാം, ആർക്കൊക്കെയാണ് ചെയ്യേണ്ടതെന്നുള്ളത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. രജിസ്റ്റർ ചെയ്താൽ മാത്രമേ ഈ സ്ട്രേ റൗണ്ടിൽ പങ്കെടുക്കാൻ സാധിക്കുള്ളൂ. ഹു ഷുഡ് രജിസ്റ്റർ വിത്ത് MCC ഫോർ സ്ട്രേ റൗണ്ട്, ആരെല്ലാമാണ് MCCയിലെ സ്ട്രേ റൗണ്ടിൽ രജിസ്റ്റർ ചെയ്യേണ്ട കുട്ടികൾ? അതായത് ഇതുവരെ നിങ്ങൾ ഒരു റൗണ്ടിലും പങ്കെടുക്കാത്ത കുട്ടികൾക്കാണെങ്കിൽ ഈ റൗണ്ടിൽ പങ്കെടുക്കാം. നമ്മുടെ കേരളയിൽ അങ്ങനെയല്ലായിരുന്നു. നമ്മൾ മോപ്പപ്പ് റൗണ്ടിൽ പങ്കെടുത്താൽ മാത്രമേ സ്ട്രേ റൗണ്ടിൽ പങ്കെടുക്കാൻ സാധിക്കുകയുള്ളൂ. പക്ഷേ MCCയിൽ നമ്മൾ ഇതുവരെ ഒരു റൗണ്ട് 1, റൗണ്ട് 2 മോപ്പപ്പ് റൗണ്ടിൽ പങ്കെടുത്തിട്ടില്ലെങ്കിൽ ഒരു പ്രശ്നവുമില്ല. നമ്മൾക്ക് വളരെ ഡയറക്റ്റ് ആയിട്ട് തന്നെ സ്ട്രേ റൗണ്ടിൽ ഫ്രഷ് രജിസ്ട്രേഷൻ നടത്തിയാൽ മാത്രം മതി. MCCയുടെ വെബ്സൈറ്റിൽ പോയി ഫ്രഷ് രജിസ്ട്രേഷൻ, ജസ്റ്റ് ഡീറ്റെയിൽസ് കാര്യങ്ങളും അതുപോലെ തന്നെ രജിസ്ട്രേഷൻ ഫീ ഉണ്ട്, അത് അടച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കവിടെ രജിസ്റ്ററായി. ബാക്കി നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ അതത് കോളേജുകളുടെ വെബ്സൈറ്റിൽ പോയി അവിടെ നമ്മൾ ഡീറ്റെയിൽ കാര്യങ്ങൾ ചെയ്യേണ്ടതാണ്. രണ്ടാമതായിട്ട് നമ്മൾക്ക് സീറ്റ് അലോട്ടഡ് ആയി, റൗണ്ട് 2ൽ നമുക്ക് സീറ്റ് അലോട്ടഡ് ആയി, പക്ഷേ നമ്മൾ ജോയിൻ ചെയ്തില്ല, ഡിഡ് നോട്ട് ജോയിൻ, നമ്മൾ ജോയിൻ ചെയ്തിട്ടില്ല. പക്ഷെ നമ്മൾക്ക് അടച്ചിരിക്കുന്ന രജിസ്ട്രേഷൻ ഫീ നഷ്ടപ്പെട്ടു. നമുക്ക് സീറ്റ് കിട്ടിയിട്ട് നമ്മൾ ജോയിൻ ചെയ്തിട്ടില്ലെങ്കിൽ രജിസ്ട്രേഷൻ ഫീസ് നഷ്ടപ്പെട്ടു. അതായത് എക്സിറ്റ് വിത്ത് ഫോർഫീച്ചർ എന്ന് പറയുന്നുണ്ട്. അതായത് ആ പെനാൽറ്റി നമ്മൾ അവിടെ അടച്ചു. അത് അവരും ഫ്രഷ് ആയിട്ട് തന്നെ രജിസ്റ്റർ ചെയ്യണം. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായല്ലോ കുട്ടികളെ, നിങ്ങൾക്ക് റൗണ്ട് 2ൽ സീറ്റ് അലോട്ടഡ് ആയി, നിങ്ങൾ അവിടെ ജോയിൻ ചെയ്തില്ല, നിങ്ങൾ സ്റ്റേറ്റിലേക്ക് മടങ്ങുക എന്തെങ്കിലും. അതുപോലെ തന്നെ മോപ്പപ്പ് റൗണ്ടിലും നിങ്ങൾക്ക് സീറ്റ് അലോട്ടഡ് ആയി നിങ്ങൾ അവിടെ ജോയിൻ ചെയ്യാൻ സാധിച്ചിട്ടില്ലെങ്കിൽ നിങ്ങളുടെ രജിസ്ട്രേഷൻ ഫീസും നഷ്ടപ്പെട്ടിട്ടുണ്ടാവും. ആ കുട്ടികളും ഇവിടെ ഫ്രഷ് രജിസ്ട്രേഷൻ നടത്തേണ്ടതാണ്. അപ്പോൾ 3 കാറ്റഗറി ഉള്ളവർ നടത്തിയാൽ മാത്രം മതി രജിസ്ട്രേഷൻ. അതായത് ഇതുവരെ രജിസ്ട്രേഷൻ ഒട്ടും ചെയ്യാത്ത വിദ്യാർത്ഥികൾ, അതുപോലെ തന്നെ റൗണ്ട് 2ലും മോപ്പപ്പ് റൗണ്ടിലും അഡ്മിഷൻ കിട്ടി അവിടെ ജോയിൻ ചെയ്യാത്ത കുട്ടികളാണ് ഇതിൽ രജിസ്റ്റർ ചെയ്യേണ്ടത്. ഇനി ഹു നീഡ് നോട്ട് രജിസ്റ്റർ വിത്ത് MCC ഫോർ സ്ട്രേ റൗണ്ട്, ആരൊക്കെയാണ് MCC റൗണ്ടിൽ രജിസ്റ്റർ ചെയ്യാതിരിക്കേണ്ട വിദ്യാർത്ഥികൾ ആരൊക്കെയാണ് നമ്മൾ നോക്കേണ്ടത്. അതായത് നിങ്ങൾ ഓൾറെഡി രജിസ്റ്റേർഡ് ഇൻ റൗണ്ട് 1ൽ രജിസ്റ്റർ ചെയ്തു, നിങ്ങൾക്കൊരു സീറ്റ് അലോട്ടഡ് ആയി, പക്ഷേ നിങ്ങൾ ഫ്രീ എക്സിറ്റ് ഉപയോഗിച്ചു, നിങ്ങൾ ഫസ്റ്റ് തുടക്കം തന്നെ അത് ഫ്രീ എക്സിറ്റ് ചെയ്ത് മടങ്ങി, നിങ്ങൾ സ്റ്റേറ്റിന്റെ അഡ്മിഷന് വേണ്ടി മടങ്ങിയിട്ടുണ്ടാകും. ആ കുട്ടികൾക്ക് നിങ്ങളുടെ ഓൾറെഡി രജിസ്റ്റർ ചെയ്ത പൈസ അവിടെ തന്നെ കിടക്കുന്നുണ്ടാകും. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് രജിസ്ട്രേഷൻ ആവശ്യമില്ല. അതുപോലെ തന്നെ നിങ്ങൾക്ക് റൗണ്ട് 1ൽ സീറ്റ് ഇതുവരെ കിട്ടാത്ത കുട്ടികളുണ്ടാവും, റൗണ്ട് 1ൽ സീറ്റ് കിട്ടിയിട്ടില്ല, അവരും രജിസ്റ്റർ ചെയ്യേണ്ട. അതുപോലെ റൗണ്ട് 2ലും സീറ്റ് കിട്ടാത്ത കുട്ടികൾ രജിസ്റ്റർ ചെയ്യേണ്ട, നിങ്ങൾ ഓൾറെഡി അവിടെ രജിസ്റ്റർ ചെയ്തവരാണ്. അതുപോലെ തന്നെ മോപ്പപ്പ് റൗണ്ടിലും നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്ത കുട്ടികളായിരിക്കും, നിങ്ങൾ ഓൾറെഡി നിങ്ങൾക്ക് അവിടെ സീറ്റ് അലോട്ടഡ് ആയിട്ടില്ല. ഇവരൊന്നും തന്നെ MCCയിലെ ഈ ഒരു രജിസ്ട്രേഷൻ ചെയ്യേണ്ട ആവശ്യമില്ല. അതായത് ഇതുവരെ എവിടെയും സീറ്റ് അലോട്ട് റൗണ്ട് 1, റൗണ്ട് 2 മോപ്പപ്പ് റൗണ്ടിൽ നിങ്ങൾ ഓൾറെഡി രജിസ്റ്റർ ചെയ്തിട്ടും നിങ്ങൾക്ക് എവിടെയും സീറ്റ് ലഭിക്കാത്ത കുട്ടികളാണെങ്കിൽ നിങ്ങൾ ഫ്രഷ് രജിസ്ട്രേഷൻ നടത്തേണ്ട.
നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് അതത് കോളേജുകളിലെ വെബ്സൈറ്റിൽ രജിസ്ട്രേഷൻ അപ്ലൈ ചെയ്ത് അവിടെ രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. പക്ഷെ അവിടെ രജിസ്ട്രേഷൻ ഫീസ് ഈടാക്കുന്നതല്ല. ഇനി ചോയ്സ് ഫില്ലിംഗ് ആണ് നെസസറി എന്നുള്ള ഒരു ചോദ്യം കൂടി ഉണ്ടാകും. നമ്മൾ ഇതിന് ചോയ്സ് ഫില്ലിംഗ് നടത്തണമെന്ന്. ചോയ്സ് ഫില്ലിംഗ് നമ്മൾ നടത്തേണ്ട കാര്യമില്ല. നമ്മൾ പറഞ്ഞു ഓരോരോ കോളേജ് വൈസ് ആയിട്ടാണ് അഡ്മിഷൻ. എയിംസ്, ജിപ്മർ, ഇത് കുട്ടികളുടെ വെബ്സൈറ്റുകളിലാണ് നിങ്ങൾ ഇനി രജിസ്റ്റർ ചെയ്യേണ്ടത്. MCCയുടെ രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്താൽ നിങ്ങൾക്ക് ഈ അതത് കോളേജുകളുടെ ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. അവിടെ നിങ്ങൾ രജിസ്റ്റർ ചെയ്യണം. ഇപ്പൊ എയിംസ് എന്ന് നിങ്ങൾ വെബ്സൈറ്റ് aimsexam.org എന്നുള്ള വെബ്സൈറ്റിൽ നോക്കാം. ജിപ്മർ ആണെങ്കിൽ jipmar.edu.in എന്ന വെബ്സൈറ്റിൽ നിങ്ങൾ കയറാവുന്നതാണ്. അതുപോലെ അതത് ഡീംഡ് യൂണിവേഴ്സിറ്റികളുടെ ഒക്കെ തന്നെ വെബ്സൈറ്റുകളും അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾക്ക് അത് നിങ്ങളുടെ താല്പര്യങ്ങൾക്കനുസരിച്ച് നിങ്ങൾക്ക് ഈ ഒരു സ്ട്രേ വേക്കൻസി റൗണ്ടിൽ പങ്കെടുക്കാവുന്നതാണ്. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ബോക്സിലൂടെ ചോദിക്കാവുന്നതാണ്. ഒപ്പം തന്നെ നിങ്ങൾക്ക് ഓരോരുത്തരും ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. കൂടാതെ നിങ്ങളുടെ ലൈക്കും നമുക്ക് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതൊരു മോട്ടിവേഷൻ ആണ്. അതുകൊണ്ട് തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.